സാന്റയുടെ കഥ. മനോഹരമായ ഒരു നാട്ടിൽ വയസ്സായ ഒരാൾ ജീവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് നിക്കോളസ്. നിക്കോളസിന് കുട്ടികളുടെ സന്തോഷം കണ്ടാൽ ഒരുപാട് സന്തോഷമാകും. അതുകൊണ്ട് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെറിയ ചെറിയ വസ്തുക്കൾ ചെയ്യും. ശരി, ഈ പാവകൾ കുട്ടികൾക്ക് കൊടുക്കാം. നിക്കോളസിന് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ചെറിയ വസ്തുക്കൾ ചെയ്ത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാനായി പാർക്കിലേക്ക് അദ്ദേഹം പോയി. അവിടെ നോക്കൂ, അങ്കിൾ വന്നു. ഇതാ കുട്ടികളെ, ഇത് നിനക്ക്, ഇത് നിനക്ക്, പിന്നെ ഇത് നിനക്കും. താങ്ക് യു അങ്കിൾ, താങ്ക് യു അങ്കിൾ, താങ്ക് യു അങ്കിൾ. എല്ലാ കുട്ടികളും സമ്മാനം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അവരുടെ ചിരിയും സന്തോഷവും കണ്ടതും നിക്കോളസിനും വളരെ സന്തോഷമായി. അന്നു മുതൽ നിക്കോളസ് കുട്ടികൾക്ക് വേണ്ടി പലതരത്തിലുള്ള പാവകൾ ചെയ്തു. കുറച്ചു ദിവസത്തിനുള്ളിൽ ക്രിസ്മസ് ദിവസവും ഇങ്ങ് വന്നെത്തി. നിക്കോളസ് അപ്പോൾ സമ്മാനങ്ങൾ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാനായി വെളിയിലേക്ക് പോയി. അദ്ദേഹം അപ്പോൾ കണ്ടു, അയ്യോ, വീടിന് മുൻപിൽ മഞ്ഞു പൊഴിയുന്നല്ലോ. കുട്ടികൾ വീടിനുള്ളിൽ തന്നെ കാണും. ശരി, അവരുടെ വീടിനുള്ളിൽ പോയി നമുക്കിത് കൊടുക്കാം. അതിനുശേഷം നിക്കോളസ് പതുക്കെ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ പോയി വാതിലിൽ ആരും അറിയാതെ ഒരു സമ്മാനപ്പൊതി വെച്ചിട്ട് മടങ്ങി വന്നു. എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ പിന്നെയും മഞ്ഞു വീഴാൻ തുടങ്ങി. നിക്കോളസ് ഇപ്പോൾ വളരെ ക്ഷീണിതനായി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാൽ മഞ്ഞിലോടിക്കുന്ന മാൻവണ്ടി കൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കണം. അതിനുശേഷം നിക്കോളസ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് ബാക്കി കുട്ടികളുടെ വീട്ടിലെല്ലാം പോയി. എന്നാൽ വേഗത്തിൽ മഞ്ഞു പൊഴിഞ്ഞിരുന്നതിനാൽ വണ്ടി ഓടിക്കാൻ ഒരുപാട് പ്രയാസമായിരുന്നു. അയ്യോ, ഇതെന്താ? മഞ്ഞു പൊഴിച്ചിൽ ഒരുപാട് ഉള്ളതുകൊണ്ട് വണ്ടി പോകുന്നില്ലല്ലോ. ഇപ്പോൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് പാവ ഞാൻ എങ്ങനെ കൊടുക്കും? അപ്പോൾ അവിടെ ഒരു ദേവത വന്നു. നിക്കോളസ്, വിഷമിക്കണ്ട, ഞാൻ നിന്നെ ഉറപ്പായും സഹായിക്കാം. നിന്റേത് വളരെ നല്ല മനസ്സാണ്. ഇന്നു മുതൽ ഇവർ രണ്ടുപേരും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ നിനക്ക് പാവകളെ ഉണ്ടാക്കാൻ ഇവർ രണ്ടുപേരും സഹായിക്കും. നിന്റെ ഈ 12 മാനുകളും മാന്ത്രിക ശക്തി കാരണം ഇനി മുതൽ പറന്നു പോകും. നിനക്ക് എവിടെ പോകണമെന്ന് തോന്നിയാലും അവിടേക്ക് പോകാം. നിനക്ക് കുട്ടികളുടെ മേലുള്ള സ്നേഹം എപ്പോഴും നിലനിൽക്കും. ഇന്നു മുതൽ സാന്റ എന്ന പേരിൽ നീ അറിയപ്പെടും. അന്നു മുതൽ നിക്കോളസിനെ ലോകത്തുള്ള എല്ലാവരും സാന്റ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. ഇന്നും ക്രിസ്മസ് ദിനത്തിന്റെ അന്ന് കുട്ടികളെല്ലാം കാത്തിരിക്കും. ഉറപ്പായും സാന്റ വന്ന് അവർക്കുള്ള സമ്മാനം കൊടുക്കും എന്ന്. കാപാലികൻ സാന്റയെ തട്ടിക്കൊണ്ടുപോയി. ഉത്തരധ്രുവത്തിലെ ഹോ 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 താഴ്വരയിലാണ് സാന്റാക്ലോസ് വസിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ വലിയ ഗംഭീരമായ കാസിൽ. അവിടെയാണ് അദ്ദേഹത്തിനായി പാവകൾ നിർമ്മിക്കപ്പെടുന്നത്. അദ്ദേഹം റൈലുകൾ, നോക്കുകൾ, പിക്സികൾ, ദേവതമാർ എന്നിവരിൽ നിന്നെല്ലാം ജോലിക്ക് ആളെ എടുത്തിട്ടുണ്ട്. അവർ അദ്ദേഹത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഒരു വർഷത്തിന്റെ ഒടുക്കം മുതൽ അടുത്ത വർഷത്തിന്റെ ഒടുക്കം വരെ എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും. ഒരു വശത്ത് ഒരു ചുവന്ന വനമാണ്, മറുവശത്ത് ഒരു വലിയ മലയുണ്ട്. അതിലാണ് ആ കാപാലികന്റെ ഗുഹ. ആ കാപാലികന് ക്രിസ്തുമസിനോട് വെറുപ്പായിരുന്നു. സാന്റയെയും വെറുത്തു. കാരണം എന്താണ് എന്ന് ചോദിക്കരുത്. ആർക്കും കാരണം അറിയില്ല. അയാളുടെ തലയിൽ ആണി കയറിയത് കൊണ്ടാകാം, അയാളുടെ ഷൂ വളരെ ഇറുകിയത് കൊണ്ടുമാകാം. ഏറ്റവും ശരിയാകാൻ സാധ്യതയുള്ള കാരണം അവൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പം വളരെ ചെറുതായത് ആയിരിക്കാം. ആ കാപാലികൻ ആ ഗുഹയിൽ തൻ്റെ വളർത്തുനായ മാർക്കിൻ്റെ കൂടെ പാർത്തു. ഒരിക്കൽ അയാൾ പലചരക്ക് വാങ്ങാൻ മാർക്കിനെയും കൂട്ടി പുറത്തു പോയതായിരുന്നു. ഹോ താഴ്വരയിലൂടെ കടന്നു പോയപ്പോൾ അയാൾ ഒട്ടേറെ ക്രിസ്മസ് അലങ്കാരങ്ങൾ കണ്ടു. ഓ, ക്രിസ്മസ് ഇങ്ങടുത്തു, അയാൾ അഭിപ്രായപ്പെട്ടു. മാർക്ക്, ഇത് കുറച്ചധികമാണ്. ഈ ക്രിസ്മസ് അലങ്കാരങ്ങൾ എന്നെ അസ്വസ്ഥനാക്കുന്നു.
ക്രിസ്മസ് കാലം എനിക്ക് എന്നും അരോചകമാണ്. എല്ലാം ഈ സാന്റാക്ലോസ് കാരണം. നീ പറഞ്ഞത് ശരി തന്നെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാർക്ക്, നീ എന്താ പറയുന്നത്? സാന്റയെ തട്ടിക്കൊണ്ടുപോകാമെന്നോ? അത് കൊള്ളാം. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. സാന്റാക്ലോസ് വസിക്കുന്നത് ഹോ താഴ്വരയിലാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നത് റൈലുകളും നൂക്കുകളും ദേവതമാരും ആണ്. പക്ഷേ ക്രിസ്മസ് രാവിൽ അദ്ദേഹം തന്റെ റെയിൻഡിയറുമായി പുറം ലോകത്തേക്ക് തന്റെ തെന്നുവണ്ടിയിൽ നിറയെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുമായി പോകുമ്പോൾ ആ ദ്രോഹിക്ക് അദ്ദേഹത്തെ പിടികൂടാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. കാപാലികനും അത് നന്നായി അറിയാം. അതുകൊണ്ട് കാപാലികൻ പദ്ധതി തയ്യാറാക്കി ക്രിസ്മസ് രാവിനായി കാത്തിരുന്നു. ദ്രോഹിയുടെ പദ്ധതി ഇങ്ങനെയായിരുന്നു. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. കാപാലികൻ ഒരു അടഞ്ഞ ചിരി ചിരിച്ചു. ചന്ദ്രൻ പൂനിലാവ് പൊഴിച്ചു. ഭൂമി മൊത്തം മഞ്ഞ് മൂടിക്കിടന്നു. സാന്റ തന്റെ ചാട്ട ചുഴറ്റി വേഗത്തിൽ പാഞ്ഞു, താഴ്വാരം കടന്ന് വിശാലമായ ലോകത്തിലേക്ക്. ആ വലിയ തെന്നുവണ്ടിയിൽ മുഴുവൻ ചാക്കുകണക്കിന് കളിപ്പാട്ടങ്ങൾ ആയിരുന്നു. റെയിൻഡിയർ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നമ്മുടെ സെയിന്റ് നിക്ക് ഉല്ലാസവാനായി ചിരിക്കുകയും ചോളം വിളിക്കുകയും പാടുകയും ചെയ്തു. ഇതായിരുന്നു അദ്ദേഹത്തിന് ഒരു വർഷത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിനം. അതാണ് തൻ്റെ വർക്ക്ഷോപ്പിലെ അമൂല്യനിധികൾ കുട്ടികൾക്ക് വാരിക്കോരി കൊടുക്കുന്ന സുദിനം. റെയിൻഡിയർ പ്രതീക്ഷയ്ക്കൊത്ത് പറക്കുമ്പോൾ അതിൻ്റെ കാലുകൾ മഞ്ഞു മൂടിയ നിലത്ത് സ്പർശിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പൊടുന്നനവേ വായുവിലൂടെ ഒരു കയർ പറന്നു വന്നു. അതിൻ്റെ കുരുക്ക് അദ്ദേഹത്തിൻ്റെ അരയിലും കൈകളിലും നന്നായി മുറുകി. ഒന്ന് പിടയാനോ കരയാനോ കഴിയും മുൻപേ അദ്ദേഹം തെന്നുവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു വീഴ്ത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തല മഞ്ഞിൽ പുതഞ്ഞു. തൻ്റെ യജമാനൻ തട്ടിയെടുക്കപ്പെട്ടു എന്നറിയാതെ റെയിൻഡിയർ അപ്പോഴും മുന്നോട്ട് കുതിച്ചു. സാന്റ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ ഒരു നിമിഷം അന്തിച്ചു നിന്നു. അദ്ദേഹം മനസ്സാന്നിധ്യം വീണ്ടെടുത്തപ്പോഴേക്കും കാപാലികൻ അദ്ദേഹത്തെ കയറുകൾ കൊണ്ട് നല്ലവണ്ണം വരിഞ്ഞു കെട്ടിയിരുന്നു. തൻ്റെ പിടിയിലായ സാന്റയെ അയാൾ തൻ്റെ ഗുഹയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. സാന്റ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി തൻ്റെ ഗുഹയിൽ അയാൾ സാന്റയെ ചങ്ങലക്കിട്ടു. ആ കാപാലികൻ ക്രൂരമായ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. ഇനി കുട്ടികൾ എന്ത് ചെയ്യും? എനിക്കറിയാം. ക്രിസ്മസ് പുലരിയിൽ കളിപ്പാട്ടങ്ങൾ കാണാതാകുമ്പോ അവർ കൈകാലുകളിട്ട് കരയും. അങ്ങനെ അവസാനം ഞാൻ ക്രിസ്മസ് തടഞ്ഞു. പക്ഷേ ആ ക്രിസ്മസ് ദിനത്തിൽ സാന്റ തൻ്റെ പ്രിയപ്പെട്ട സേവകരായ നക്ടർ എന്ന റൈലിനെയും പീറ്റർ എന്ന നൂക്കിനെയും കിൽറ്റർ എന്ന പിക്സിനെയും വിസ്ക് എന്ന ദേവതയെയും കൂടെ കൂട്ടിയിരുന്നു. കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ സഹായിക്കുകയായിരുന്നു അവരുടെ നിയോഗം. തങ്ങളുടെ യജമാനൻ തട്ടിക്കൊണ്ട് പോകപ്പെട്ടപ്പോൾ അവർ ശീതക്കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ തെന്നുവണ്ടിയിലെ സീറ്റിനടിയിൽ ഒളിച്ചു. സാന്റ അപ്രത്യക്ഷമായിട്ട് കുറേ നേരം കഴിയുവോളം അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പിടികിട്ടിയില്ല. ഒടുവിൽ അവർ മനസ്സിലാക്കി. സാന്റായുടെ സന്തോഷം തുളുമ്പുന്ന ശബ്ദം ഇപ്പോൾ കേൾക്കാനേയില്ല. ആ ഘോര നിശബ്ദത എന്തോ അപകടം സംഭവിച്ചു എന്ന് വിളിച്ചോതി. പുറത്തേക്ക് തല നീട്ടി നോക്കിയ കൊച്ചു വിസ്കിന് സാന്റ തങ്ങളോടൊപ്പം ഇല്ല എന്ന് മാത്രം മനസ്സിലായി. തെന്നുവണ്ടി ഓടിക്കാൻ ഇനി ആരുമില്ല. അയ്യോ നിൽക്കൂ, അവൾ പറഞ്ഞപ്പോൾ റെയിൻഡിയർ അനുസരണയോടെ നിന്നു. പീറ്ററും നക്ടറും കിൽറ്ററും ചാടിയിറങ്ങി. എന്നിട്ട് അവരുടെ തെന്നുവണ്ടി വന്ന വഴിയിലേക്ക് നോക്കി. പക്ഷേ അവരുടെ സാന്റ മൈലുകളോളം അകലെയാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? വിസ്ക് ആകുലതയോടെ ചോദിച്ചു. അവരുടെ മുഖത്തെ ഉല്ലാസവും സന്തോഷവും എല്ലാം ഈ അപകടം മൂലം അപ്രത്യക്ഷമായി. യജമാനനെ കണ്ടെത്താൻ നമുക്ക് പെട്ടെന്ന് തിരികെ പോകാം.
പാടില്ല. ഇപ്പോൾ ഞങ്ങൾ തിരികെ പോയാൽ പ്രഭാതത്തിനു മുമ്പ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യാനുള്ള സമയം കിട്ടില്ല. അത് സാന്റയ്ക്ക് മറ്റെന്തിനേക്കാളും സങ്കടമാകും. എനിക്ക് ഉറപ്പാണ്, ഏതോ ഒരു ദുഷ്ടൻ അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു. ക്രിസ്മസ് നശിപ്പിക്കുക എന്നതാണ് അവന്റെ പദ്ധതി. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സമ്മാനങ്ങളുടെ വിതരണമാണ്. പിന്നീട് നമുക്ക് സാന്റായെ തിരയാം. അത് വിവേകപൂർണമായ ഒരു പദ്ധതിയായിരുന്നു. നൂക്ക് ആയ പീറ്റർ പറഞ്ഞപ്പോൾ റെയിൻഡിയർ വീണ്ടും കുതിച്ചു പാഞ്ഞു. കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും സമതലത്തിലൂടെയും കാട്ടിലൂടെയും കുതിച്ചു പാഞ്ഞു. അവർ കുട്ടികൾ ക്രിസ്മസ് സമ്മാനങ്ങൾ പ്രഭാതത്തിൽ കിട്ടുന്നത് സ്വപ്നം കണ്ടുറങ്ങുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ആ കൊച്ചു കൂട്ടുകാർ അവരുടെ ദൗത്യം ആരംഭിച്ചു. ഇതിനു മുൻപ് ഒരുപാട് തവണ അവർ സാന്റായെ അനുഗമിച്ചിട്ടുണ്ടെങ്കിലും അന്നൊക്കെ അദ്ദേഹമായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അവർക്ക് നിർദ്ദേശങ്ങൾ അനുസരിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർക്ക് ആ ജോലികൾ മുഴുവൻ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്തേ മതിയാകൂ. സാന്റയ്ക്ക് അറിയും പോലെ അവർക്ക് കുട്ടികളെ അറിയുമായിരുന്നില്ല. അവർക്ക് ചില അബദ്ധങ്ങൾ പറ്റി എന്നതിൽ അതിശയമില്ല. അവർ കളിപ്പാട്ടങ്ങൾ മുഴുവൻ കൊടുത്തു തീർത്ത് ഹോ താഴ്വരയിലേക്ക് മടങ്ങിപ്പോയി. ആ കൊച്ചു കൂട്ടുകാർ എങ്ങനെയാണ് അവരുടെ യജമാനനെ രക്ഷിക്കുക എന്ന് ചിന്തിച്ചു തുടങ്ങി. ആദ്യം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണമല്ലോ. പെട്ടെന്ന് ഒരു മഞ്ഞു കൂനയിൽ ഇരുന്നു കൊണ്ട് സാന്റ അവരെ വീക്ഷിക്കുന്നത് കണ്ടു. അവർ അദ്ദേഹത്തിന്റെ ചുറ്റിലും ചെന്നിരുന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. ഹോ പേടിക്കണ്ട കൂട്ടരെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കാപാലിയൻ കരുതിയത് എന്നെ തട്ടിക്കൊണ്ടുപോയാൽ ക്രിസ്മസ് ആകെ നാശമാകുമെന്നാണ്. ക്രിസ്മസ് എന്നാൽ ഞാനും എൻ്റെ സമ്മാനങ്ങളും മാത്രമല്ല എന്ന് അവൻ അറിയില്ലായിരുന്നു. ക്രിസ്മസ് എന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ണിയേശുവാണ്. അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്ന സന്തോഷമാണ്. സാന്റായെ പിന്തുടർന്നിരുന്ന കാപാലികൻ അതെല്ലാം കേട്ടു. അവൻ മനസ്സു തിരിഞ്ഞ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി. അവൻ സാന്റായുടെയും റൈലുകളുടെയും പിക്സികളുടെയും നൂക്കുകളുടെയും ദേവതമാരുടെയും കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ തെന്നുവണ്ടിയിൽ വന്നു. ഏവർക്കും ക്രിസ്മസിൻ മംഗളങ്ങൾ, പുതുവത്സരത്തിൻ ആശംസകൾ. കഥ അവസാനിക്കുന്നു. ഉറുമ്പും പുൽച്ചാടിയും. പണ്ടൊരിടത്ത് ഒരു പച്ച പുൽത്തകടിയിൽ കുറച്ചുറുമ്പുകളും ഒരു പുൽച്ചാടിയും താമസിച്ചിരുന്നു. എല്ലാ ദിവസവും ദൂരെയുള്ള ഒരു കർഷകന്റെ പാടത്ത് ചെന്ന് ഉറുമ്പുകൾ ഗോതമ്പ് മണി ശേഖരിച്ചു കൊണ്ടിരുന്നു. അവർ ആ ജോലി വളരെ അച്ചടക്കത്തോടെ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും അതിരാവിലെ തന്നെ അവർ പാടത്തേക്ക് പോയി കഷ്ടപ്പെട്ട് ശേഖരിച്ച ഭക്ഷണങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് പുറ്റിലേക്ക് കൊണ്ടുവരും. അവർ ഗോതമ്പ് മണികൾ ശ്രദ്ധാപൂർവം പുറ്റിലേക്ക് ഇടുകയും പിന്നീട് കൂടുതലായി എടുക്കുവാൻ വയലിലേക്കും പോകും. മറുവശത്ത് ആ പുൽച്ചാടി അലസനായിരുന്നു. ദിവസം മുഴുവനും തണലിൽ വിശ്രമിച്ചും സ്വയം പാട്ടുപാടിയും രുചികരമായ ഭക്ഷണം കഴിച്ചും ജീവിച്ചിരുന്നു. അവൻ തന്റെ ജീവിതം പൂർണ്ണമായി ആസ്വദിച്ചും അടുത്ത വരുന്ന ശ്രദ്ധിക്കാതെയും ജീവിച്ചു. ദിവസം മുഴുവനും കഠിനമായി അധ്വാനിക്കുന്ന ഉറുമ്പുകളെ കണ്ട് അവൻ സഹതാപിച്ചു. ദിവസങ്ങൾ പോകുന്തോറും പുൽച്ചാടി പുൽമേട്ടിൽ അലസനായി ചുറ്റിക്കൊണ്ടിരുന്നു. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും അവൻ തന്റെ ജീവിതം ആസ്വദിച്ചിരുന്നു. എന്നാൽ ഉറുമ്പുകളോ കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ടിയ ഭക്ഷണം പുറ്റിൽ ശേഖരിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഉറുമ്പുകൾ ഭക്ഷണം കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാരം സഹിക്കാതെ ഉറുമ്പൊരെണ്ണം താഴേക്ക് വീണു. സഹായിക്കുന്നതിന് പകരം ആ പുൽച്ചാടി ക്ഷീണിതനും മുറിവേറ്റവനുമായ ഉറുമ്പിനെ നോക്കി ചിരിച്ചു. അപ്പോൾ ഉറുമ്പ് ചോദിച്ചു, ഹേ പുൽച്ചാടി, ഞാൻ പുറ്റിലേക്ക് പോകുവാൻ നീ എന്നെ സഹായിക്കുമോ? നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നോട് ശരിക്കും നന്ദിയുള്ളവനായിരിക്കും. എന്നാൽ പുൽച്ചാടി അവനെ അവഗണിച്ചും അവൻ്റെ പാട്ടുപാടിയുള്ള കളി തുടർന്നു. വളരെ കഷ്ടപ്പെട്ട് ആ ഉറുമ്പ് തന്നെത്താനെ ആ ഭക്ഷണം തലയിൽ കയറ്റി. ഓ, എന്തിനായി കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഉറുമ്പ്? പുൽച്ചാടി പറഞ്ഞു. വാ, എൻ്റെ കൂടെ വിശ്രമിച്ചിട്ട് എൻ്റെ പാട്ട് കേൾക്കൂ. ഇവിടെ വേനൽക്കാലമല്ലേ, പകല് വളരെ കൂടുതലാണ്.
എന്തിനാ നീ വെയിലത്ത് ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചോണ്ടിരിക്കണത്? എന്നാൽ ആ ഉറുമ്പ് അവനെ അവഗണിച്ചിട്ട് തൻ്റെ തല കുറച്ച് ചരിച്ചു വെച്ച് വേഗത്തിൽ തന്നെ വയലിലേക്ക് പോയി. ഇത് കണ്ട പുൽച്ചാടി കുറച്ച് ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. എന്ത് നിസാരമാണ് ഈ ഉറുമ്പുകളെല്ലാം. അവൻ അവളെ വിളിച്ചു പറഞ്ഞു, വാ, എന്റെ കൂടെ ഡാൻസ് കളിക്കൂ, ജോലിയെ വിട്ടുകളാ, വേനൽക്കാലം ആസ്വദിക്കൂ, ജീവിതം ചെറുതല്ലേ. ഞങ്ങൾ വിന്ററിലേക്കുള്ള ഭക്ഷണം ശേഖരിക്കുവാണ്. ഉറുമ്പ് പറഞ്ഞു, ഞാൻ ശുപാർശ ചെയ്യുന്നു, നീയും ഇതുപോലെ ചെയ്യൂ. ഓ, എന്തിനാ വിന്ററിനെ കുറിച്ച് ചിന്തിക്കണത്? പുൽച്ചാടി പറഞ്ഞു. ഇപ്പോഴത്തേക്ക് കഴിക്കാൻ കുറേ ഉണ്ടല്ലോ, വിന്റർ വരാൻ കുറേ സമയമുണ്ട്. എന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഉറുമ്പുകൾക്ക് നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അധ്വാനം തുടർന്നു. പുൽച്ചാടി ചാടി പുൽത്തകിടിയിൽ പാട്ടും ഡാൻസുമായി സന്തോഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ നാളുകൾ കടന്നുപോയിരുന്നു. വിന്ററിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിന് പകരം മടിയനായ പുൽച്ചാടി പാട്ടുപാടിയും ഡാൻസുമായി നാളുകൾ കഴിച്ചു. സുന്ദരമായ വേനൽക്കാലം അവസാനിക്കുമെന്നും തണുപ്പ് കാലവും മഴക്കാലവും ഉടനെ വരുമെന്നും അവൻ ഒരിക്കലും കരുതിയില്ല. വേനൽക്കാലം കഴിഞ്ഞതും വസന്തകാലം വന്നു. തുടർന്ന് തണുപ്പ് കാലവും. സൂര്യനെ കാണാൻ തന്നെ പ്രയാസമായി. പകൽ വളരെ ചെറുതുമായി. അതോടൊപ്പം രാത്രി വളരെ കൂടുതലും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. ഇതിനാൽ അന്തരീക്ഷം ഭയങ്കര തണുപ്പായി. പുറത്ത് മഞ്ഞ് പെയ്യുവാനും തുടങ്ങി. തണുത്ത കാറ്റടിച്ച് പുൽച്ചാടി വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ അവിടെയുള്ള കരിയിലകൾ കൊണ്ട് തന്നെ മൂടുവാൻ ശ്രമിച്ചു. പക്ഷേ ശക്തമായ കാറ്റടിച്ച് അവയെല്ലാം പറന്നുപോയി. അവന് വിശപ്പധികമായി. എന്നാൽ കഴിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒന്നും തിന്നാതിരുന്നാൽ താൻ ഉടനെ തന്നെ വിശന്ന് മരിച്ചു പോകുമെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ വളരെ ക്ഷീണിതനായി. ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അവർ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി. പുൽച്ചാടിക്ക് ഇപ്പോൾ പാടാനൊന്നും തോന്നിയില്ല. തണുപ്പും വിശപ്പും കൊണ്ട് അവൻ തളർന്നു. അവന് താമസിക്കാൻ ഒരിടവും ഭക്ഷിക്കാൻ ഒരു സാധനവും കിട്ടിയില്ല. ആ പുൽമേടും കർഷകന്റെ വയലും മഞ്ഞുകൊണ്ട് മൂടിയിരുന്നതാൽ അവന് ഒന്നും തന്നെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടേക്ക് പോകും? പുൽച്ചാടി വിഷമിച്ചു. വിന്റർ ഇത്രയ്ക്ക് മോശമായിരിക്കുമെന്ന് അവൻ കരുതിയില്ല. അതുകൊണ്ട് അവൻ വരും കാലത്തേക്കുള്ള ആഹാരം ശേഖരിച്ചില്ല. അത് ശേഖരിക്കാൻ വന്നവരെയും സഹായിച്ചില്ല. ഇനിയൊരു വേനൽക്കാലം വരെ അവൻ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. താമസിക്കാൻ ഒരിടവുമില്ലാതെ വിശന്ന് തളർന്ന അവൻ മരിക്കുവാറായി. അപ്പോഴാണ് അവൻ കണ്ടത് ആ ഉറുമ്പുകൾ വേനൽക്കാലത്ത് ശേഖരിച്ച ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്നത്. ഓ, ഉറുമ്പിടയ്ക്ക് ചെന്ന് നമുക്ക് ഭക്ഷണവും ചോദിക്കാം, നമുക്കിരിക്കാനുള്ള സ്ഥലവും ചോദിക്കാം. അങ്ങനെ കരുതിക്കൊണ്ട് ഇഴഞ്ഞ് വലിഞ്ഞ് കയറി ഉറുമ്പുകളുടെ പുറ്റിന്റെ വാതിലിൽ മുട്ടി. ഹലോ ഉറുമ്പുകളെ! അവൻ സന്തോഷത്തോടെ ശബ്ദിച്ചു. ഇതോ ഞാൻ വന്നു, നിങ്ങൾക്ക് പാടാൻ വേണ്ടി. എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് തീ വേണം. നിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന് കുറച്ച് കഴിക്കാൻ എനിക്ക് ഭക്ഷണം വേണം. ഇല്ല ഇല്ല മിസ്റ്റർ പുൽച്ചാടി, നിങ്ങളുടെ പാട്ട് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. അവൻ കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി അവരോട് യാചിച്ചു. ഇല്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്നും പറഞ്ഞു. എന്ത്? ഉറുമ്പുകളെല്ലാം അതിശയിച്ചു പോയി. നിങ്ങൾ വിന്ററിലേക്ക് ഒന്നും കരുതി വെച്ചില്ലേ? വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് 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 ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പുൽച്ചാടി പരാതി പറഞ്ഞു. ഞാൻ സംഗീതത്തിൽ മുഴുകിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നതിന് മുമ്പേ വേനൽക്കാലം പോയി. ഉറുമ്പുകളെല്ലാം അവൻ്റെ നേർക്ക് തല വെട്ടിച്ച് തിരിച്ച് അകത്തേക്ക് പോയി അവരുടെ ജോലികൾ തുടർന്നു. അന്നൊരിക്കൽ പുൽച്ചാടിയോട് സഹായം ചോദിച്ച ഉറുമ്പ് മാത്രം അവനെ നോക്കി പറഞ്ഞു, വളരെ നീണ്ട വേനൽക്കാലം ഞങ്ങൾ കഠിനമായി അധ്വാനിച്ചു. പക്ഷേ നീ ഞങ്ങളെ കളിയാക്കി. നീ വരുന്ന വിന്ററെ പറ്റി ചിന്തിച്ചില്ല. പാടാൻ വേറെ ഇടം നോക്കിക്കോ. നിനക്ക് ചൂടുമില്ല, ആഹാരവുമില്ല എന്ന് പറഞ്ഞ് ആ ഉറുമ്പ് അവൻ്റെ മുഖത്തിന് നേരെ വാതിലടച്ചു. അങ്ങനെ അവന് കരയുവാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശുഭം. മഞ്ഞുറാണി.
ഗ്രൻഡ എന്ന പെൺകുട്ടി അവളുടെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അവളുടെ പ്രതിശ്രുത വരൻ കെ അവരുടെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ വീടുകൾക്കിടയിൽ ഒരു നടവഴി ഉണ്ടായിരുന്നു. അവരുടെ അനശ്വര പ്രേമത്തിന്റെ അടയാളമായി അവർ അതിന്റെ ഇരുവശങ്ങളിൽ റോസാ ചെടികൾ നട്ടു. അവർ കാണുമ്പോഴൊക്കെ അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ മഞ്ഞുകാലത്ത് ഒരു ദിവസം അവർ ആ റോസാ ചെടികളുടെ അടുത്തിരിക്കുമ്പോഴായിരുന്നു മുത്തശ്ശി ഉറക്കെ വിളിച്ചു പറഞ്ഞത്, "നോക്കൂ, മഞ്ഞുറാണി മഞ്ഞുപാളികൾ വാരിക്കൂട്ടുകയാണ്." ഗ്രൻഡയും കെയും ജനാലയ്ക്കരികിലേക്ക് തിടുക്കപ്പെട്ടു വന്നു. കെ ജാലകത്തിലൂടെ മഞ്ഞുറാണിയെ കളിയാക്കാനായി നാക്കു നീട്ടി കാണിച്ചു. "അരുത് കെ, അരുത്, അവൾ നിന്നെ കണ്ടാൽ നിന്റെ പുറകെ വരില്ലേ, അരുത് കെ." അവൻ ഉടൻ തന്നെ ഗ്രൻഡയുടെ വീടിന്റെ നേരെ എതിർഭാഗത്തുള്ള അവന്റെ ഭവനത്തിലെ തന്റെ കിടപ്പുമുറിയിലേക്ക് കയറി. അന്നു രാത്രി അവൻ കിടക്കാൻ ഒരുങ്ങുകയായിരുന്നു. അവൻ ജനാലയ്ക്ക് അടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കി. കാഴ്ചയിൽ അസാധാരണമായ ഒരു മഞ്ഞുപാളി അവൻ പെട്ടെന്ന് കണ്ടു. അത് വലുതായി വലുതായി വന്ന് അവസാനം അത് മഞ്ഞുറാണിയായി മാറി. അവൾ ഒരു താലം നിറയെ മധുരപലഹാരമായ തുർക്കിഷ് ഡിലൈറ്റ്സ് അവന് നേരെ നീട്ടി. അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ ആ താലത്തിൽ നിന്നും ഒരു പിടി വാരിയെടുത്തു. അവൻ അത് കൊതിമൂത്ത വായിലേക്ക് കുത്തി നിറച്ചപ്പോഴേക്കും മഞ്ഞുറാണി അവൻ്റെ കയ്യിൽ പിടികൂടി അവനെ ജനാലയിലൂടെ വലിച്ച് പുറത്തേക്കിട്ടു. അവൾ അവനെ തൻ്റെ തെന്നുവണ്ടിയിൽ കയറ്റിയതും കുതിരകൾ കുതിച്ചു പാഞ്ഞു. കെ ആകെ ഭയചകിതനായിരുന്നു. ആ പലഹാരങ്ങൾ അവൻ്റെ ജാഗ്രതയെയും സുബോധത്തെയും മന്ദീഭവിപ്പിച്ചിരുന്നു. അടുത്ത പുലരിയിൽ ഗ്രൻഡ കെയെ കാണാൻ വന്നപ്പോൾ കെയെ കാണാതെ അവൾ സങ്കടപ്പെട്ടു. അവൾ അവനെ തിരിഞ്ഞുകൊണ്ട് എല്ലായിടത്തും പാഞ്ഞു നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. "നിങ്ങൾ എൻ്റെ കെയെ കണ്ടുവോ? ആരെങ്കിലും എൻ്റെ കെയെ കണ്ടുവോ?" പക്ഷേ ആരും അവനെ കണ്ടിരുന്നില്ല. ആർക്കും അവൻ എവിടെ പോയി എന്ന് അറിയുമായിരുന്നില്ല. "എൻ്റെ കെയ്ക്ക് ഒന്നും സംഭവിക്കില്ലേ, അവൻ ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു." അവന് കുഴപ്പമില്ലെന്നാണ് എന്റെ വിശ്വാസം. മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ കുരുവി ഇരിക്കുന്നത് കണ്ടു. ഞങ്ങൾ ഭക്ഷണം തേടി ഏൽക്കുരയിലിരിക്കുമ്പോൾ എല്ലാം കണ്ടിരുന്നു. അവൻ നദിയിൽ വീണിരുന്നില്ലെങ്കിൽ ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചേനെ. "അവൻ നദിയിൽ വീണോ? ഞാൻ നദീദേവതയോട് ചോദിക്കാം." ഗ്രൻഡയുടെ ഹൃദയത്തിൽ പ്രതീക്ഷ നാമ്പിട്ടു. "അവൻ മുങ്ങി മരിച്ചെങ്കിൽ നദീദേവതയ്ക്ക് അറിവുണ്ടാകും." അവൾ നദീതീരത്ത് എത്തി ഉറക്കെ നിലവിളിച്ചു. "അല്ലയോ നദി, എൻ്റെ കെ ഇവിടെ വന്നിരുന്നോ? അവൻ നിന്റെ ആഴങ്ങളിൽ മുങ്ങി മരിച്ചോ? ദയവായി പറയൂ." നദീദേവത വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് മധുരമായ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നുകുഞ്ഞെ, നിന്റെ കെ ഇവിടെ വന്നിട്ടേയില്ല. നീ കരച്ചിൽ മതിയാക്കൂ. "അവൻ പിന്നെ എവിടെയാണ്?" എനിക്കറിയില്ല. അവിടെ എന്റെ തീരത്തൊരു വൃദ്ധ മന്ത്രവാദിനിയുണ്ട്. അവൾ ദയതോന്നി നിനക്കത് പറഞ്ഞു തരും. പക്ഷെ നീ അവളെ സൂക്ഷിക്കണം, കേട്ടോ? "എന്റെ പ്രിയതമനായി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്നെ ദയവായി അവിടെ എത്തിക്കാമോ?" തീർച്ചയായും. ആ ചെറിയ തോണിയിൽ ചാടിക്കയറും. എന്റെ അരുവികൾ നിന്നെ മന്ത്രവാദിനിയുടെ വീട്ടിലെത്തിക്കും. നദീദേവത ആ നിമിഷം അപ്രത്യക്ഷയായി. ഗ്രൻഡ ആ തോണിയിൽ ചാടിക്കയറി. ആ കൊച്ചു തോണി ഒഴുകി നീങ്ങി. ഒഴുക്ക് കൂടുതൽ കൂടുതൽ ശക്തമായി. അപ്പോൾ ഗ്രൻഡ ഒരു ചെറിയ വീട് കണ്ടു. ഒരു വയസ്സായ കൂനുള്ള സ്ത്രീ പണിപ്പെട്ട് അതിലെ ഒരു വടിയും കുത്തി നടക്കുന്നുണ്ടായിരുന്നു. അവർ നദീതീരത്തേക്ക് വന്നു. അവളുടെ വടി കൊണ്ട് ആ തോണി തീരത്തേക്ക് വലിച്ചടിപ്പിച്ചു. ഗ്രൻഡയെ കരയ്ക്കിറങ്ങാൻ സഹായിച്ചു. ഗ്രൻഡയ്ക്ക് അപരിചിതയായ ആ സ്ത്രീയെ ഭയമായിരുന്നു. എങ്കിലും കെയെ കണ്ടെത്താൻ അവൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. "വരൂ, എന്നോട് പറയൂ, നീ ആരാണ്?" ഗ്രൻഡ അവളോട് എല്ലാം പറഞ്ഞു. "നിങ്ങൾ എൻ്റെ കെയെ കണ്ടോ?" "ഇല്ല, ഒരുപക്ഷെ അവനിവിടെ വന്നിട്ടുണ്ടായിരിക്കും." അവരാ വീട്ടിനുള്ളിലേക്ക് പോയി. അവിടെ ഒരു പാത്രം നിറയെ ചെറിപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. "ഗ്രൻഡ, നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രിയതമൻ നിന്നരികിൽ വന്നു ചേരും. നീ ആ ചെറിപ്പഴങ്ങൾ കഴിക്കൂ." ഗ്രൻഡ ആ ചെറികൾ തിന്നുകൊണ്ടിരുന്നപ്പോൾ ആ വൃദ്ധ മന്ത്രവാദിനി ഒരു സ്വർണ്ണ ചീപ്പ് കൊണ്ട് അവളുടെ നീണ്ട ഇടതൂർന്ന മുടി ചീകിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, "നിന്നെ പോലെ ഒരു പേരമകളെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു." ആ വൃദ്ധ മന്ത്രവാദിനി തന്റെ മാന്ത്രിക ചീപ്പ് വഴി മന്ത്രം പ്രയോഗിച്ചതിനാൽ ഗ്രൻഡ കെയെ പാടെ മറന്നുപോയി.
അവളെ എന്നും തന്നോടുകൂടി പാർപ്പിക്കാൻ മന്ത്രവാദിനി ആഗ്രഹിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രണ്ട മന്ത്രിച്ചു, ഞാൻ ഇനി എന്നും ഇവിടെ കഴിഞ്ഞോളാം, എങ്ങും പോകില്ല. പക്ഷേ ഒരു ദിവസം പൂന്തോട്ടത്തിൽ വെച്ച് ഗ്രണ്ട ചുവന്ന റോസാ പുഷ്പങ്ങളെ ദർശിച്ചു. അവ അവളിൽ കേയുടെ ഓർമ്മകൾ ഉണർത്തി. കേയുടെ ഓർമ്മകൾ അവൾക്ക് മന്ത്രവാദിനിയുടെ മന്ത്രത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകി. ഗ്രണ്ട തോട്ടത്തിന്റെ കവാടത്തിനു നേരെ പാഞ്ഞു. അവൾ ആർക്കും അവളെ തടയാൻ പറ്റാത്ത ദൂരത്ത് എത്തുവോളം തിരിഞ്ഞു നോക്കാതെ ഓടി. ഒരു കൽപ്പാലത്തിങ്കൽ അവൾ നിന്നു. പെട്ടെന്ന് ഒരു കാട്ടാളക്കൂട്ടം അവളെ വളഞ്ഞു. അവളെ പിടികൂടിയിട്ട് അവർ മുന്നോട്ട് നീങ്ങി. ഇവൾ തടിച്ചു സുന്ദരിയാണല്ലോ, തേനും പഴങ്ങളും തിന്നവളാണിവൾ, ഇവൾക്ക് നല്ല രുചിയായിരിക്കും. അവൾ എന്റെ കൂടെ കളിച്ചുകൊള്ളും. അവൾ എനിക്ക് അവളുടെ ചന്തമുള്ള വസ്ത്രങ്ങളും കയ്യുറകളും തരുമല്ലോ. ഗ്രണ്ടയുടെ അതേ പ്രായക്കാരിയായിരുന്നു ആ കൊച്ചു കാട്ടാളത്തി. അവളുടെ മുഖത്ത് സദാ ഒരു കരച്ചിൽ ഭാവമുണ്ടായിരുന്നു. അവൾ ഗ്രണ്ടയെ അരക്കെട്ടിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവർ നിന്നെ കൊല്ലില്ല, ഞാൻ നിന്നെ രക്ഷിച്ചു കൊള്ളാം. കാട്ടാളന്മാർ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പിന്നെ ഗ്രണ്ടയെ ആ കൊച്ചു കാട്ടാളത്തിക്ക് നൽകാൻ തീരുമാനിച്ചു. ഗ്രണ്ട അവളോട് തന്റെ കഥ പറഞ്ഞു. കേയെ ജീവനേക്കാൾ ഇഷ്ടമാണെന്നും അവനെ എങ്ങനെയും കണ്ടെത്തുമെന്നും അവൾ തറപ്പിച്ചു പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ കല്ലുപാലത്തിന്റെ അടിയിലൂടെ നടക്കുകയായിരുന്നു. അവരുടെ മുകളിലായി 100 കണക്കിന് പ്രാവുകൾ ഉറക്കം നടിച്ചുകൊണ്ട് അവരെ വീക്ഷിക്കുകയായിരുന്നു. ഞങ്ങൾ കേയെ കണ്ടിട്ടുണ്ട്. എവിടെയാണവൻ? മഞ്ജു റാണിയുടെ വണ്ടിയിൽ. അവരെങ്ങോട്ടാണ് പോകുന്നത്? ലാപ്ലാൻഡിലേക്ക്. മഞ്ഞുറാണിക്ക് അവിടെ ഒരു കൊട്ടാരമുണ്ട്. ആ കൊച്ചു കാട്ടാളത്തി അതീവ ഗൗരവത്തിൽ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പ്രിയതമനെ കണ്ടുകിട്ടാൻ ഞാൻ സഹായിക്കാം. കൊച്ചു കാട്ടാളത്തി അവൾ ഓമനിച്ചു വളർത്തുന്ന റെയിൻഡിയറിന്റെ അടുക്കലെത്തി. അതിനെ കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ അഴിച്ചുവിടും. ഈ ചക്കര പെണ്ണിനെ ചുമന്നുകൊണ്ട് മഞ്ഞറാണിയുടെ കൊട്ടാരത്തിലേക്ക് കുതിച്ചു പായണം. അവളുടെ കേയെ കണ്ടെത്താൻ അവളെ സഹായിക്കണം. എന്നിട്ട് ആ കൊച്ചു കാട്ടാളത്തി റെയിൻഡിയറിന്റെ കയറുകൾ മുറിച്ചു. അത് ഗ്രണ്ടയെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു. അവർ മഞ്ഞുറാണിയുടെ കൊട്ടാരത്തിൽ എത്തി. ഗ്രണ്ടയെ അവിടെ ഇറക്കി. ഇനി നീ തനിച്ചാണ് പോകേണ്ടത്. നീ വരുവോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ നിന്നെയും നിന്റെ പ്രിയ തമനെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കും. ഗ്രണ്ട മുന്നോട്ട് നടന്നു. മഞ്ഞുറാണിയുടെ ഉയർന്ന കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തി. അവളുടെ ചുറ്റിലും പറന്ന 1000 മഞ്ഞുപാളികൾ അവളെ പൊതിഞ്ഞു. അവ മഞ്ഞുറാണിയുടെ കാവൽക്കാർ ആയിരുന്നു. ഗ്രണ്ട പ്രാർത്ഥിച്ചു. കൊടും തണുപ്പിൽ അവളുടെ നിശ്വാസം കാണാമായിരുന്നു. നീരാവി അവളുടെ വായിൽ നിന്നും ഒഴുകി. അത് പതുക്കെ കുഞ്ഞു കുഞ്ഞു മാലാഖമാരായി മാറി. ഗ്രണ്ട പ്രാർത്ഥന പൂർത്തിയാക്കിയപ്പോഴേക്കും വലിയൊരു ഗണം മാലാഖമാർ അവളുടെ ചുറ്റിലും നിരന്നു. അവർ മഞ്ഞുപാളികളെ ആക്രമിച്ചു. അങ്ങനെ രൂക്ഷ യുദ്ധം തുടങ്ങി. ഗ്രണ്ട മഞ്ഞുറാണിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. മഞ്ഞു ഭിത്തികൾക്കിടയിൽ ബന്ധനസ്ഥനായിരുന്ന കേയെ കണ്ടെത്തി. ഓ കേ, എന്റെ പ്രാണപ്രിയനെ, ഞാൻ അവസാനം നിന്നെ കണ്ടെത്തി. കേ നന്നേ മരവിച്ചിരുന്നു. അടിമുതൽ മുടി വരെ നീലിച്ചിരുന്നു. അവൻ തുർക്കിഷ് ഡിലൈറ്റിന്റെ അടിമയായി പോയിരുന്നു. മഞ്ഞുറാണി അവന് നൽകിയിരുന്നത് മുഴുവനും മാന്ത്രിക ശക്തിയുള്ള ഭക്ഷണമായിരുന്നു. ഗ്രണ്ട അവനെ ആലിംഗനം ചെയ്തു. അവളുടെ കണ്ണീര് ധാരധാരയായി അവൻ്റെ നെഞ്ചിൽ വീണു. അവൻ്റെ ഹൃദയത്തിൽ തൊട്ടു. അവ മഞ്ഞിനെ ഉരുക്കിക്കളഞ്ഞു. കേയുടെ ശരീരം വീണ്ടും ഊഷ്മളമായി. അവൻ ഗ്രണ്ടയെ തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഉറക്കെ പറഞ്ഞു, ഗ്രൻഡ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? കേ, ഞാൻ നിന്നെ തിരയുകയായിരുന്നു. അവസാനം നിന്നെ എനിക്ക് കണ്ടുകിട്ടിയല്ലോ. അവർ ആലിംഗനബദ്ധരായി. അവർ സന്തോഷം കൊണ്ട് കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തു. അവരുടെ വിശ്വസ്തനായ റെയിൻഡിയർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വരുന്നത് കണ്ട് അവൻ മുട്ടുകുത്തി അവരെ തൻ്റെ പുറത്ത് കയറ്റി. പിന്നെ വീട്ടിലേക്ക് കുതിച്ചു. അവർ സന്തോഷവും നന്ദിയും നിറഞ്ഞ പുളകിതരായിരുന്നു. അധികം വൈകാതെ അവർ വിവാഹിതരായി. പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. കഥ അവസാനിക്കുന്നു. കൊച്ചു തീപ്പെട്ടി വിൽപ്പനക്കാരി. അത് പുതുവർഷത്തലേന്ന് രാത്രിയായിരുന്നു.
അസഹ്യമാംവിധം തണുത്തുറഞ്ഞ ഒരു രാത്രി. മഞ്ഞിന്റെ വലിയ കണങ്ങൾ അന്തരീക്ഷം നിറഞ്ഞു. അതാ ഗ്രാമത്തെ ആവരണം ചെയ്തു. ഓഹോ, എന്റെ പൊന്നുമോളെ, തണുത്തുറഞ്ഞ് ഇരുൾ മുട്ടിയപ്പോൾ നിന്നെ തീപ്പെട്ടി വിൽക്കാൻ അയക്കാൻ എനിക്ക് നന്നേ വിഷമമുണ്ട്. പക്ഷെ വേറെ വഴിയില്ലെന്ന് നിനക്കറിയാമല്ലോ. എന്റെ പൊന്നുമോളെ, എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ. ഓ മുത്തശ്ശി, എനിക്കതറിയാമല്ലോ. കുഞ്ഞെ, നീ ഓർമ്മിക്കണം, ഇന്ന് ഈ തീപ്പെട്ടി വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് നമുക്ക് അരി വാങ്ങേണ്ടത്. അല്ലെങ്കിൽ ഇന്ന് പട്ടിണി കിടന്നുറങ്ങേണ്ടി വരും. പോയി വരൂ കുഞ്ഞെ. മുത്തശ്ശി വിഷമിക്കണ്ട, ഞാൻ ഈ തീപ്പെട്ടികൾ മുഴുവനും വിൽക്കാം. വയറു നിറയ്ക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണം കൊണ്ടുവരാം. ഞാൻ പോയി വരട്ടെ. ആ മരവിച്ച ഇരുട്ടിൽ കല്ലുകൾ പാകിയ തിരുവീഥിയിലൂടെ 8 വയസ്സു മാത്രം പ്രായമുള്ള ആ അനാഥ ബാലിക ഇറങ്ങി നടന്നു. തണുപ്പിനെ നേരിടാൻ അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു തൊപ്പി മാത്രം. അവളുടെ വസ്ത്രങ്ങൾ പഴകി പിന്നിയിരുന്നു. അവൾക്ക് പാദരക്ഷകൾ ഇല്ലാതിരുന്നതിനാൽ മഞ്ഞു മൂടിയ പാതകളിലൂടെ തണുത്ത് വിണ്ടുകീറിയ നഗ്നപാദങ്ങളുമായി അവൾ നടന്നു. ഒരു കവലയിലെത്തിയപ്പോൾ അവൾ നിന്നു. അവൾ പ്രതീക്ഷയോടെ തന്റെ കയ്യിലെ തീപ്പെട്ടികളെ നോക്കി. ക്രിസ്മസ് തലേന്ന് സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിൽ അനേകർ അവളെ കടന്നുപോയി. ഒരാൾ പോലും അവളെ തീരെ ഗൗനിച്ചില്ല. ചക്കരെ, ഞാൻ നിനക്ക് വാങ്ങിത്തന്ന കളിപ്പാട്ടം ഇഷ്ടമായോ? അമ്മേ, തീർച്ചയായും. ആ പാവയ്ക്ക് എന്തു ഭംഗിയാണ്. അതിന്റെ ഉടുപ്പ് മനോഹരമാണ്. ആ കൊച്ചു തീപ്പെട്ടി വിൽപ്പനക്കാരുടെ കണ്ണുകൾ ആ കാഴ്ച കണ്ട് നിറഞ്ഞൊഴുകി. പക്ഷേ അവൾക്ക് കരഞ്ഞു തീർക്കാൻ സമയമില്ലായിരുന്നു. തീപ്പെട്ടി വിറ്റു തീർത്താൽ മാത്രമേ അവൾക്കും മുത്തശ്ശിക്കും അന്ന് അത്താഴം കഴിക്കാനാവൂ. അവൾ സങ്കടമടക്കി കണ്ണുകൾ തുടച്ചു ആ സ്ത്രീയോട് പറഞ്ഞു, കൊച്ചമ്മേ, തീപ്പെട്ടികൾ വാങ്ങിക്കാമോ? അവയ്ക്ക് നല്ല ബലമുണ്ട്, പെട്ടെന്ന് കത്തും. ഒരു തീപ്പെട്ടിയെങ്കിലും വാങ്ങൂ. എനിക്കിപ്പോൾ തീപ്പെട്ടി വേണ്ട. എന്റെ മകളുടെ അടുത്തു നിന്നും മകന്നു പോകൂ. എന്തിനാ അവർ ഇത്തരം ആളുകളെ തെരുവിൽ കയറ്റുന്നത്? ഞങ്ങളെപ്പോലെ അന്തസ്സുള്ളവരെ ശല്യപ്പെടുത്താൻ, അല്ലാണ്ട് എന്തിനാ? അമ്മേ, അവൾ ഉടുപ്പൊന്ന് നോക്ക്, പഴകി കീറിയിരിക്കുന്നു. എന്നോട് ക്ഷമിച്ചാലും ഇതാണ് എനിക്ക് ആകെയുള്ളത്. അതെന്റെ പ്രശ്നമല്ല. എന്റെ കയ്യിൽ കാശില്ല. ഇനി ഉണ്ടെങ്കിലും നിന്റെ തീപ്പെട്ടി വാങ്ങില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. കൊച്ചമ്മേ, ഒന്നിനൊരു രൂപയേ ഉള്ളൂ. ഒരു തീപ്പെട്ടിയെങ്കിലും വാങ്ങൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ആ കൊച്ചു തീപ്പെട്ടി വിൽപ്പനക്കാരി വിറയ്ക്കുകയായിരുന്നു. മഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ വഴിപോക്കർക്കരികിൽ ചെന്ന് തീപ്പെട്ടി വിറ്റഴിക്കാൻ പരിശ്രമം തുടർന്നു. കൊച്ചമ്മേ, ഒരു തീപ്പെട്ടിയെങ്കിലും വാങ്ങൂ. ഇതിന് മാന്ത്രിക ശക്തിയുണ്ട്. ഇതിന്റെ ഒരു കൊള്ളി കത്തിച്ചാൽ കൊച്ചമ്മേ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അസംബന്ധം. അതെല്ലാം കെട്ടുകഥകളിൽ മാത്രം. കൊച്ചമ്മേ, ഒന്നെങ്കിലും വാങ്ങൂ. ഇതിന്റെ പ്രകാശം ഈ ക്രിസ്മസിനെ മനോഹരമാക്കും. ഒരു തീപ്പെട്ടിയെങ്കിലും വാങ്ങൂ. എനിക്കിന്ന് തീപ്പെട്ടി വേണ്ട. ഇത് സത്യമാണ്. ഇതിന്റെ ഓരോ കൊള്ളിക്കും പ്രത്യേകതയുണ്ട്. എനിക്കൊന്നും വേണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ? എനിക്കിന്ന് തീപ്പെട്ടി വേണ്ട. വീട്ടിൽ പോവെണ്ണേ, ഇന്ന് ഭയങ്കര തണുപ്പാണ്. കഴിയില്ല കൊച്ചമ്മേ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്റെ മുത്തശ്ശി അസുഖമായി കിടപ്പിലാണ്. ആഹാരമോ മരുന്നോ വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല. മോളെ, നിന്നെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ കയ്യിലും ആവശ്യത്തിന് പണമില്ല. ആരെങ്കിലും നിന്നോട് ഇന്ന് തീപ്പെട്ടി വാങ്ങും. ഓ, വാങ്ങിയാൽ മതിയായിരുന്നു. ആ കൊച്ചു പെൺകുട്ടിയുടെ ഊർജം ചോർന്നു. തണുത്ത കാറ്റ് ശക്തിയോടെ വീശി. അവളെ തന്റെ മരവിച്ച കൈകളാൽ പിടികൂടാൻ എന്നോണം ആ കാറ്റ് അവളുടെ വസ്ത്രങ്ങളെ പിടിച്ചുലച്ചു. ഒരവസാന ശ്രമം എന്ന നിലയ്ക്ക് അവൾ വിൽപ്പന തുടർന്നു. പക്ഷേ ഒരു കാര്യവുമുണ്ടായില്ല. അവസാനം നിരാശയും പരാജിതയുമായ അവൾ അനിയന്ത്രിതമായി
തണുത്തു വിറച്ചുകൊണ്ട് വഴിവക്കിലിരുന്നു. എൻ്റെ കൈകാലുകൾ മഞ്ഞുകട്ട കണക്കായിരിക്കുന്നു. ഒരു തീപ്പെട്ടിക്കമ്പ് കത്തിച്ച് കൈയൊന്ന് ചൂടാക്കാം. അവളുടെ കൈകൾ ശക്തിയായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. മഞ്ഞിന്റെ വലിയ കണങ്ങൾ അന്തരീക്ഷം നിറഞ്ഞു. അവൾക്ക് തന്റെ മരവിച്ച കൈകളാൽ തീപ്പെട്ടി ഉരയ്ക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ നന്നേ കഷ്ടപ്പെട്ട് തന്റെ മരവിച്ച കൈകളാൽ ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചു. അത്ഭുതമെന്നേ പറയേണ്ടു, അതൊരടുപ്പായി മാറി. ആ പെൺകുട്ടിക്ക് ചൂട് കിട്ടിത്തുടങ്ങി. അവൾ തണുത്ത് മരവിച്ച കുഞ്ഞി കൈകൾ തീയുടെ അടുക്കൽ പിടിച്ചു. അവൾക്ക് വളരെ സന്തോഷം തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ തണുത്ത കാറ്റ് ശക്തിയോടെ വീശി. ഒരു മഞ്ഞുപാളി ആ അടുപ്പിൽ വീണ് തീയണച്ചു. അവൾ വീണ്ടും തീപ്പെട്ടി വിൽക്കാൻ തുടങ്ങി. തീപ്പെട്ടി വിറ്റു തീർത്താൽ മാത്രമേ അവൾക്കും മുത്തശ്ശിക്കും അന്ന് അത്താഴം കഴിക്കാനാവൂ. പക്ഷേ ഒരെണ്ണം പോലും വിറ്റുപോയില്ല. പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ടു. ഹേ കുഞ്ഞുപെണ്ണേ, നീ എന്താണ് വിൽക്കുന്നത്? എൻ്റെ കയ്യിൽ തീപ്പെട്ടികളാണ്. ദയവായി ഒരെണ്ണം വാങ്ങാമോ? ആ ശബ്ദം കേട്ടയിടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വയസ്സായ വീടില്ലാത്ത സ്ത്രീ മൂലയിൽ നിൽക്കുന്നത് കണ്ടു. അവളുടെ പട്ടിണിക്കോലമായ നായയും ഉണ്ടായിരുന്നു. രണ്ടുപേരും തണുത്തു വിറയ്ക്കുകയായിരുന്നു. ഞാനും നിന്നെ പോലെ ദരിദ്രയാണ്. ക്ഷമിക്കണേ, എനിക്ക് തീപ്പെട്ടികൾ വിറ്റാലേ മുത്തശ്ശിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പറ്റൂ. പാവം കുട്ടി. ഹേ കുഞ്ഞുപെണ്ണേ, നീ അല്പസമയത്തേക്ക് എന്റെ നായയെ ഒന്ന് നോക്കിക്കൊള്ളാമോ? ഞാൻ പെട്ടെന്ന് മടങ്ങി വരും. എനിക്ക് കുറച്ച് ഭക്ഷണം കിട്ടിയേ തീരൂ. കുഞ്ഞുപെണ്ണേ, നിങ്ങൾക്കും ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. ആയിക്കോട്ടെ, മുത്തശ്ശിക്ക് അല്പം ഭക്ഷണം കിട്ടുമല്ലോ. പെട്ടെന്ന് വരണേ, മുത്തശ്ശിക്കുള്ള മരുന്നുകൾ കൂടി എനിക്ക് വാങ്ങണം. ആ പെൺകുട്ടി ആ നായയെ നോക്കാമെന്ന് ഏറ്റു. താൻ പെട്ടെന്ന് വരാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് ആ സ്ത്രീ പോയി മറഞ്ഞു. ആ പെൺകുട്ടി നായയുടെ തുടലിൽ പിടിച്ചുകൊണ്ട് അവിടെ ആ മൂലയിൽ നിശബ്ദം നിന്നു. അല്പസമയത്തിനുള്ളിൽ ആ പെൺകുട്ടി വീണ്ടും തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. അവൾ ഒരു നിമിഷം ചിന്തിച്ചിട്ട് ഒരു തീപ്പെട്ടിക്കമ്പ് ഭിത്തിയിൽ ഉരച്ച് കത്തിച്ചു. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു മേശമേൽ നിറയെ വിശിഷ്ട ഭോജ്യങ്ങളും പാനീയങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ആപ്പിളും കോഴിക്കറിയും ആട്ടിറച്ചി വിഭവങ്ങളും മത്സ്യവിഭവങ്ങളും കേക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഓ, എനിക്കിതെല്ലാം തിന്നാൻ തോന്നുന്നു. ഇവിടെ നല്ല സമാധാനമുണ്ട്. അവൾ ഒരു കേക്ക് കഷ്ണത്തിന് നേർക്ക് കൈനീട്ടിയപ്പോൾ തീപ്പെട്ടി കെട്ടുപോയി. അത് മുഴുവനും അപ്രത്യക്ഷമായി. അവൾക്ക് വലിയ നിരാശയായി. അവൾ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഓ, നല്ലവനായ ദൈവമേ, എൻ്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തണമേ. ഞാൻ വിശന്ന അവശയാണ്. നല്ലവനായ ദൈവമേ, എന്നെ സഹായിക്കണമേ. അപ്പോഴാണ് അവൾ സ്വർഗത്തിൽ നിന്നും ഒരു നക്ഷത്രം വീഴുന്നത് കണ്ടത്. അവളോട് പണ്ട് മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നു. മുത്തശ്ശി പറഞ്ഞു, നക്ഷത്രം വീഴുമ്പോൾ ആരോ മരിക്കുന്നു. എൻ്റെ മുത്തശ്ശിക്ക് രോഗമാണല്ലോ. എന്റെ മുത്തശ്ശി എന്നെ വിട്ടു പോയോ? എന്നെ ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിച്ചത് എന്റെ മുത്തശ്ശിയാണ്. അവൾ മറ്റൊരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് കത്തിച്ചു. അവളുടെ മുത്തശ്ശി മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് കണ്ട് അവൾ അമ്പരന്നു. ഓ മുത്തശ്ശി, ഇത് മുത്തശ്ശി തന്നെയാണോ? അതെ മോളെ, ഇത് ഞാൻ തന്നെയാണ്. മുത്തശ്ശിയെ കണ്ട ആ പെൺകുട്ടിക്ക് സന്തോഷമായി. പക്ഷേ മുത്തശ്ശി വായുവിൽ ഒഴുകി നീങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. കുഞ്ഞേ, നീ പേടിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെക്കുറിച്ച് ഒരു പേടിയും വേണ്ട. ആ പെൺകുട്ടി താൻ തീപ്പെട്ടി വിൽക്കാൻ എത്ര കഷ്ടപ്പെട്ടുവെന്ന് പറയാനായി വാ പൊളിച്ചു. അപ്പോൾ ആ തീപ്പെട്ടി വീണ്ടും കെട്ടുപോയി. അവളുടെ മുത്തശ്ശി അപ്രത്യക്ഷമായി. അപ്പോൾ അവൾ മുഴുവൻ തീപ്പെട്ടിക്കമ്പുകളും ഒരുമിച്ച് കത്തിച്ചു.
അവളുടെ മുത്തശ്ശി അപ്രത്യക്ഷയായത് അവൾക്ക് താങ്ങാനായില്ല. അവിടെ സൂര്യപ്രകാശത്തിന് തുല്യം പ്രകാശമുണ്ടായി. അപ്പോൾ മുത്തശ്ശി വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവളെ സ്നേഹപൂർവ്വം നോക്കി പുഞ്ചിരിച്ചു. മുത്തശ്ശിയെ കണ്ട് ആ പെൺകുട്ടിക്ക് സന്തോഷമായി. ഓ മുത്തശ്ശി, ഞാൻ പേടിച്ചുപോയി. നമുക്ക് ഇവിടെ നിന്നും പോകാം. എന്നെ കൊണ്ടുപോകൂ. കുഞ്ഞേ, നീ പേടിക്കണ്ട. കുഴപ്പമൊന്നുമില്ല. ഒരു പേടിയും വേണ്ട. മുത്തശ്ശി അവളുടെ കൈ പിടിച്ചു. അവളെ തന്റെ കൈകളിലെടുത്തു. രണ്ടുപേരും ആകാശത്തേക്ക് ഉയർന്നുപോയി. ഇപ്പോൾ എന്തു തോന്നുന്നു മാലാഖ കുഞ്ഞേ? ഓ മുത്തശ്ശി, അത്ഭുതം തന്നെ. എനിക്കിപ്പോൾ വിശപ്പില്ല, ദാഹമില്ല, തണുപ്പില്ല. ഓ മുത്തശ്ശി, ഞാനൊരു തൂവൽ പോലെ ഭാരമില്ലാത്തവളായിരിക്കുന്നു. മുത്തശ്ശി വീണ്ടും പുഞ്ചിരിച്ചു. അവരിരുവരും സ്വർഗത്തിലേക്ക് പറന്നു. അപ്പോൾ ഒരു നക്ഷത്രം കൂടി താഴേക്ക് നിപതിച്ചു. അസഹ്യമാമിതം തണുത്തുറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ആ നാട്ടുകാർ കണ്ടത് കത്തിത്തീർന്ന തീപ്പെട്ടിക്കമ്പുകളുമായി ആ പെൺകുട്ടി പാതവക്കിൽ ഇരിക്കുന്നതാണ്. അവളുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. അവരുടെ ജീവിതങ്ങളെ പ്രകാശമാനമാക്കിയിരുന്ന ആ പെൺകുട്ടിയുടെ അകാല വിയോഗത്തിൽ അവരെല്ലാവരും ദുഃഖിച്ചു. അവരുടെ കണ്ണുകൾ ആ കാഴ്ച കണ്ട് നിറഞ്ഞൊഴുകി. കഥ അവസാനിക്കുന്നു.